സാക്ഷിയായി പോയിടും ഞാൻ. യേശുവിൻ നാമമുയർത്തിയിടും, യേശുവിൻ സ്നേഹം പകർന്നിടും ഞാൻ. യേശുവിൻ ജയക്കൊടി ഉയർത്തിയിടും, യേശുവിൻ ജയക്കൊടി ഉയർത്തിയിടും. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. യേശുവിന്റെ കഥ സാത്താനെ ഞാൻ യേശുവാൽ തകർത്തിടും, ജയിച്ചിടും. യേശുവിൻ നാമത്തിൽ മുന്നേറും ഞാൻ. യേശുവിൻ അത്ഭുതങ്ങൾ ഘോഷിച്ചിടും, യേശുവിൻ അത്ഭുതങ്ങൾ ഘോഷിച്ചിടും. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. യേശുവൻ രാജാധിരാജനെന്നു ഞാൻ, യേശു നൽകുമെന്നായുസ്സൊക്കെയും. യേശുവിൻ സാക്ഷിയായി പാരിലെങ്ങും, യേശുവിൻ ശക്തിയാൽ പോയിടും ഞാൻ. യേശുവിൻ ശക്തിയാൽ പോയിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. യേശുവിൻ സാക്ഷിയാൽ പോയിടും ഞാൻ. യേശുവിൻ നാമമുയർത്തിയിടും, യേശുവിൻ സ്നേഹം പകർന്നിടും ഞാൻ. യേശുവിൻ ജയക്കൊടി ഉയർത്തിയിടും, യേശുവിൻ ജയക്കൊടി ഉയർത്തിയിടും. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശുവിൻ പ്രാണനാഥൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഉപവാസത്തിൻ്റേതായിട്ടുള്ള ആപ്തവാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യമാണ്. എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവനോട് പറഞ്ഞു. And he said to them, follow me, and I will make you fishers of people. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നാം പലപ്പോഴും ഈ ഭാഗം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന, ആന്തരികമായിരിക്കുന്ന പൊരുളെന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ പലരും കടന്നു വന്നിട്ടുണ്ട്. ഒന്നും മനസ്സിലാക്കാതെ വന്നവരുണ്ട്. നേരത്തെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ പങ്കെടുത്തുകൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്. People have come in fasting prayer, those who have been fasting even a couple of months back, not even a couple of months, maybe 45 days before, they also have come here. But this is a very special fasting prayer where Jesus wants his followers to become fishers of men.
ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു പറയുമ്പോൾ എങ്ങനെയാണ് കർത്താവ് അത് പറഞ്ഞത്? എവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത്? ആ പറഞ്ഞതിൻ്റെ പൊരുളിലുള്ള പ്രവർത്തനം എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. You must know the circumstances in which Jesus made this call. And you must also understand, to whom did Jesus say this? When we are discussing this calling of God, you must understand, this call is for you and me. എന്നെയും നിങ്ങളെയുമാണ് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുന്നു. ഫോളോ മീ, ഞാൻ നിങ്ങളെ മനുഷ്യ പിടിക്കുന്നവരാക്കാം. ആദ്യമായിട്ട് വന്നവരായാലും നേരത്തെ വന്നവരായാലും, ദ കോൾ ഈസ് വെരി സ്പെസിഫിക് ഇൻ ദിസ് ഫാസ്റ്റിംഗ് പ്രയർ. എന്നെ അനുഗമിക്കുക. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുക, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ അനുഗമിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Don't think it is an easy task. It's very, very difficult. So we should understand the circumstances in which Jesus called them to follow him. Following somebody is very difficult. Now, let us go step by step. I told you that Jesus calls you and me in this fasting prayer. എന്നെയും നിങ്ങളെയും ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ഗലീല കടപ്പുറത്ത് വല വീശിക്കൊണ്ടിരുന്ന മുക്കോന്മാരെ കർത്താവ് വിളിക്കുന്ന സാഹചര്യം ഒന്ന് ഓർത്തുകൊള്ളണം. അവർക്ക് കർത്താവിനെക്കുറിച്ചോ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. അവർ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. യേശു അവർ വല വീശുന്ന സ്ഥലത്തേക്ക് പോയി. He went to the place where they were fishing. That's the first important thing. അവർ യേശുവിനെ തേടിപ്പോയതല്ല, യേശു അവരെ തേടി വന്നു. അവർ നിൽക്കുന്ന സ്ഥാനത്ത്, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന സ്ഥലത്ത്, അവർ എല്ലാം മറന്ന് തൊഴിൽ ചെയ്യുന്ന സാഹചര്യത്തിലാണ് യേശു ഗലീല കടപ്പുറത്തേക്ക് നടന്നു ചെല്ലുന്നത്. അവരോട് മുഖവരെയൊന്നും പറയുന്നില്ല. നാം ആ വാക്യം വീണ്ടും വായിക്കുമ്പോൾ, അതെ, അവൻ ഗലീല കടപ്പുറത്തൂടെ നടക്കുമ്പോഴാണ് ഇവരെ കാണുന്നത്. അല്ലെങ്കിൽ ഇവരെ തിരഞ്ഞു പിടിക്കുവാൻ, ഇവരെ വിളിക്കുവാൻ അവൻ ഗലീല കടപ്പുറത്ത് ചെന്നു. അവർ വല വീശിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്ന് സ്വയം സമ്മതിച്ചതല്ല, യേശു അവരെ തേടി വന്ന് അവരെ വിളിക്കുകയാണ്. അതാണ് പാട്ടുകാരൻ പാടുന്നത്. തേടി വന്നു ദോഷിയമെന്നെയും നാഥാ, തേടി വന്നു ദോഷിയമെന്നെയും നാഥാ, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം എനിക്കായി, മന്നവ നീ പതളുതല്ല എനിക്ക്, മന്നവ നീ പതളുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയമെന്നെയും
തേടി വന്നു. യേശു അനേകരെ വിളിച്ചു. നോട്ട് ഓൺലി ദീസ് പീപ്പിൾ, ഹി ഹാഡ് കോൾഡ് മെനി പീപ്പിൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരുവൻ പറയുന്നത് ഞാൻ എൻ്റെ അപ്പനെ അടക്കിയിട്ട് വരാം. മറ്റൊരുവൻ പറഞ്ഞു ഞാൻ വീട്ടുകാരോട് ചോദിച്ചിട്ട് വരാം. ധനികനായ ചെറുപ്പക്കാരനെ വിളിച്ചു, പക്ഷെ അവൻ്റെ ധനം ഉപേക്ഷിക്കുവാൻ കഴിയാതെ വിളി കേൾക്കാതെ അവൻ മടങ്ങിപ്പോയി. So we find so many had an encounter with Jesus. Some had offered to follow him, but conditionally. ഉപാധികളോട് കൂടി അവനെ അനുഗമിക്കാൻ പറഞ്ഞത്. ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ എനിക്ക് ആദ്യമേ പോയി എൻ്റെ അപ്പനെ അടക്കണം. ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ വീട്ടുകാരോട് ചോദിക്കണം. ഉപാധികളോട് കൂടിയ അനുഗമനം അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കണ്ടീഷണൽ ഫോളോയിങ് ജീസസ്. ദർ ഇസ് നോ കണ്ടീഷൻ അറ്റ് ഓൾ ഹിയർ. വിളിക്കുന്നു, ആ വിളി കേൾക്കുന്നോ ഇല്ലയോ? മത്തായിയുടെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മറ്റൊരുവനെ വിളിക്കുന്നു. Matthew chapter 9 verse 9. As Jesus went on from there, he saw a man named Matthew sitting at the tax office. And he said to him, follow me. And he got up, followed him. യേശു അവിടെ നിന്ന് പോകുമ്പോൾ അതെ എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? മത്തായിയോട് പറയാണ്, എന്നെ അനുഗമിക്കുക. അവൻ എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മത്തായിയെ തേടി യേശു എവിടെ പോവുകയാണ്? ചുങ്കസ്ഥലത്തേക്ക് പോവുകയാണ്. ഓർത്തുകൊള്ളണം, ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ സമൂഹം ഏറ്റവും വെറുക്കുന്നവരാണ്. അവരൊരിക്കലും ആരാലും അഭിനന്ദിക്കപ്പെടുന്നവരല്ല, ബഹുമാനിക്കപ്പെടുന്നവരല്ല. കാരണം റോമ ഗവൺമെൻറ്റിൻ്റെ കാശ് പറ്റിക്കൊണ്ട് സ്വന്തം ജനതയെ ഒറ്റിക്കൊടുക്കുന്നവരാണ് ഈ ചുങ്കക്കാർ. These tax collectors were hated by the people. They are looked down by the people because they were all traitors. They used to get money from the Roman government that used to squeeze these people. So everybody hated them. So nobody has any sort of communication with them. But we find Jesus going to the place where Matthew was. അവൻ മത്തായിയെ വിളിക്കുവാൻ എവിടെ പോയി? ചുങ്കസ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവനെ വിളിക്കുകയാണ്, എന്നെ ഫോളോ മീ, അനുഗമിക്കുക. പലപ്പോഴും കർത്താവ് വിളിക്കുന്നുണ്ട്, ആ വിളി എത്രമാത്രം നാം ശ്രദ്ധിച്ചിട്ടുണ്ട്? ദാറ്റ്സ് എ പ്രോബ്ലം. നോട്ട് ദാറ്റ് ഈസ് നോട്ട് കോളിംഗ്, ഹി ഈസ് ബീൻ കോളിംഗ് യു ആൻഡ് മീ. ബട്ട് ഹൗ ഓഫൺ ഹാവ് യു ബോതേർഡ് ടു തിങ്ക് അബൌട്ട് ദിസ് കോൾ? ഈ വിളിയെക്കുറിച്ച് ചിന്തിക്കുവാനോ ഈ വിളിയെക്കുറിച്ച് പ്രതികരിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. കർത്താവിൻ്റെ വിളി കേട്ടാൽ ഒരു പ്രതികരണമുണ്ട്. When we hear the call of the Lord, or rather when Jesus is calling you, it is your response that matters. How do you respond to his call? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ 2 സഹോദരന്മാർ പത്രോസും അന്ത്രയാസും യേശുവിൻ്റെ വിളി കേട്ടു. എന്താണ് സംഭവിച്ചത്? ഉടനെ അവർ അവരുടെ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. Immediately they left their nets and followed him. Their nets were their breadwinners. അവരുടെ ഉപജീവനമാണ് അവരുടെ വലകൾ. ആ വലകളുമായിട്ടല്ല കർത്താവിനെ അനുഗമിച്ചത്. They never followed Jesus with their nets. അവർ ആ വലയെ ഉപേക്ഷിച്ചു. യേശുവിൻ്റെ വിളി കേൾക്കുമ്പോൾ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നെ ലോകവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേക സ്വഭാവങ്ങൾക്ക്, അനേക പ്രവർത്തികൾക്ക് എന്നേക്കുമായിട്ട് വിട പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നിനക്ക് ഈ വിളി കേൾക്കുവാൻ കഴിയുള്ളൂ.
അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് വിളി കേട്ടു ഇറങ്ങിപ്പോകും. പക്ഷേ വീണ്ടും നീ പഴയ രീതിയിലേക്കാണ് പോകുന്നത്. യേശുവിൻ്റെ വിളി കേട്ടാൽ അതിൻ്റേതായിട്ടുള്ള പ്രതികരണം ഉടനെയാണ്. എന്ത് പ്രതികരണം? ഒന്നുകിൽ ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തെ ഉപേക്ഷിക്കാൻ മനസ്സില്ല എങ്കിൽ നിനക്കൊരിക്കലും യേശുവിൻ്റെ വിളിയെ അനുസരിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ നാം കാണുന്നുണ്ട്, അവൻ ലേവിയെ വിളിച്ചു. എങ്ങനെയാ വിളിച്ചത്? എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? He got up and followed him. അവൻ എഴുന്നേറ്റു, അവനെ അനുഗമിച്ചു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിക്കണമെങ്കിൽ ഒരു ചുങ്കക്കാരൻ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിക്കണമെങ്കിൽ അവൻ പിരിച്ച ചുങ്കവും അവൻ്റെ ജോലിയും അവൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ്. See, if you go to a toll booth, do you think somebody will come out of the toll booth unless you give the accounts? Will they come? No. This is the tax collector's office. When he heard the call, he left that. യേശുവിൻ്റെ വിളി കേട്ടു ഉടനെ, അതാണ് പ്രധാനപ്പെട്ട വാക്യം. അവൻ്റെ ജോലി വിട്ടു. അവൻ്റെ ചുങ്കക്കാരുടേതായിട്ടുള്ള വലിയ ജോലിയാണ്, നല്ല ശമ്പളമുള്ള അതൊക്കെ വിട്ടു. ഉടനെ അവൻ വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളും സ്വഭാവങ്ങളും വിടാതെ യേശുവിനെ അനുഗമിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ വലിയ നീട്ടിയ സാക്ഷ്യങ്ങൾ പറയാം, പക്ഷേങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ നിന്റെ സ്വഭാവത്തിന് വ്യതിയാനമില്ലാതെ ദൈവത്തിനു വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ നിനക്ക് യേശുവിനെ അനുഭവിക്കുവാൻ കഴിയുകയില്ല. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ എന്ന് പറയുമ്പോൾ മുൻപ് നീ എടുത്ത തീരുമാനങ്ങൾ പോലുള്ള തീരുമാനങ്ങളാണ് ഇപ്പോഴും എടുക്കുന്നതെങ്കിൽ നിനക്ക് യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. വളരെ സ്പഷ്ടമായ കാര്യമാണ്. ഇഫ് യു ഹാവ് ടു ഫോളോ ജീസസ്, യു ഹാവ് ടു ടേക്ക് ഡിസിഷൻസ്. യു ഹാവ് ടു ഡു അവേ തിങ്സ് വിച്ച് ആർ ബൈൻഡിങ് യു ടു ദിസ് വേൾഡ്. രണ്ടുപേരും അന്ത്രയോസും പത്രോസും അവരുടെ വലയം ഉപേക്ഷിച്ചു. എന്നിട്ട് അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. ആൻഡ് ദെൻ ആസ് യു കം ഫോർവേഡ്, 4-ാം അധ്യായത്തിൻ്റെ അവൻ അവിടെ നിന്ന് മുൻപോട്ട് പോയപ്പോൾ, അതെ, യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. അതെ, പിതാവായ സബദിയോടുകൂടെ വല നന്നാക്കുന്നത് കണ്ടു. അവൻ അവരെയും വിളിച്ചു, വരൂ എന്നെ അനുഗമിക്കുക. അപ്പോൾ അവരുടനെ പടകിനെയും പിതാവിനെയും വിട്ട് അനുഗമിച്ചു. Going on from there, he saw two other brothers. Yes, son of Zebedee, and John his brother, and with a boat with Zebedee's father, repairing their nets. And he called them. Immediately they left the boat and their father and followed him. See what's the difference? വല നന്നാക്കുന്നത് എന്തിനാണ്? ഓരോ പ്രാവശ്യവും മീൻ പിടിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ പകലെല്ലാം വല നന്നാക്കിയാണ്. വല നന്നാക്കിയ ശേഷം വേണം അടുത്ത ദിവസം വീണ്ടും മീൻപിടുത്തത്തിന് പോകാൻ. അടുത്ത മീൻപിടുത്തത്തിന് പോകുവാനായിട്ട് അപ്പനോടൊപ്പം വല നന്നാക്കിക്കൊണ്ടിരുന്ന 2 സഹോദരങ്ങൾ, യാക്കോബും യോഹന്നാൻ, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. അവർ ആ വിളി കേട്ടു. ഉടനെ അവർ നന്നാക്കിക്കൊണ്ടിരുന്ന വല അവിടെ ഉപേക്ഷിച്ചു. അതുമാത്രമല്ല, അവളുടെ പിതാവിനെയും അവിടെ ഉപേക്ഷിക്കുകയാണ്. യേശുവിൻ്റെ വിളി കേട്ടപ്പോൾ അവരുടെ വല, അവരുടെ ഉപജീവനം അവിടെ ഉപേക്ഷിച്ചു. മാത്രമല്ല, അവരുടെ പിതാവിനെയും ഉപേക്ഷിച്ചിട്ട് അവർ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ വിളി കേൾക്കുന്നവർക്ക് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടാകണം. തങ്ങളെ ഈ ലോകവുമായിട്ട് മുറുകെ കെട്ടിയിരിക്കുന്ന, തങ്ങളെ ലോകവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ അറുത്തുമാറ്റണം. അതിനെ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ കഴിയണം. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അപ്രകാരം നമുക്ക് പരിപൂർണമായിട്ട് വിട്ടുപിരിയുവാൻ കഴിയുന്നില്ല. നമുക്ക് പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് പള്ളി ആവശ്യമുണ്ട്, നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ ആവശ്യമുണ്ട്,
നമുക്ക് കുടുംബ ബന്ധങ്ങൾ ആവശ്യമുണ്ട്. പല ബന്ധങ്ങൾ നമുക്ക് നിലനിർത്തുവാൻ കഴിയണം. അതോടൊപ്പം യേശുവുമായിട്ടുള്ള ബന്ധവും നിലനിർത്തണം. ഇവിടെയാണ് യേശുവിന് എന്നെ നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയാത്തത്. This is where Jesus cannot use you and me. So you want to keep your relationship with this world. You want your prominence in the society. You want your prominence with the relatives. You want the prominence in your church. And then you want to keep those relationships intact. You see? But you will fail to have an intimate and intact relationship with Jesus. Only those who are prepared to sacrifice such relationships. I don't mean that they should forget. No. The priorities should be changed. യേശുവിൻ്റെ വിളി കേട്ടാൽ യേശുവിൻ്റെ. അപ്പോൾ ലോകത്തെ ഇപ്രകാരം നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും മുറിച്ച് കളയണം. യേശു എന്നെ വിളിച്ചു, എൻ്റെ വേല ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇവിടെ പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസുമെല്ലാം മത്തായുമെല്ലാം അവരുടെ കഴിഞ്ഞകാല അല്ലെങ്കിൽ ആ യേശുവിൻ്റെ വിളി കേൾക്കുന്നത് വരെയുള്ള അവരുടേതായിട്ടുള്ള എല്ലാ സാഹചര്യവും മുറിച്ചു കളഞ്ഞു. They are going after a man. They don't know who he is. They don't know anything about Jesus. They don't know anything about the kingdom of God. They just followed his call. They heard the voice. They heard the voice. It was that voice that captured them. And Jesus is going, you see. And they left their past. Again we find Saul of Tarsus. He heard the call. ഷൗല്, തർശീസുകാരൻ്റെ ഷൗല്, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ, സാക്ഷാൽ എബ്രായൻ, യേശുവിൻ്റെ വിളി കേട്ടു. അവന് തിരിച്ച് യെരുശലേമിലേക്ക് പോകാമായിരുന്നു. ഇല്ല, ആ വിളി അവൻ അനുസരിച്ചു. അവൻ ദമാസ്കസിലേക്ക് പോയി. അവൻ യേശുവിൻ്റെ ശിഷ്യനായി തീരുകയാണ്. വിളി എന്ന് പറയുമ്പോൾ ആ വിളി കേൾക്കുമ്പോൾ ഉടനാണ് പ്രതികരിക്കേണ്ടത്. നീ ആലോചിക്കുവാൻ പോയാൽ ഒരിക്കലും അന്തം കിട്ടുകയില്ല. ആലോചനയിൽ തന്നെ നിൻ്റെ ജീവിതം മുൻപോട്ട് പോകും. യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാനോ യേശുവിൻ്റെ പിന്നാലെ പോകുവാനോ സാധ്യമല്ല. കാരണം നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, പുതിയ രീതിയിലേക്ക് പോവുകയാണ്. You are totally becoming new when you start following Jesus. I told you, do away with your past. That's what St. Paul says in 1 Corinthians chapter 5 verse 17. If anybody be in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പിന്നെ പഴയത് കഴിഞ്ഞുപോയി. 1 കൊരിന്ത്യർ 5:17 ആണോ? അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. If anybody be in Christ, he is a new creation. You are becoming a new creation for Jesus by following him. Yeah. It's a new creation. The old things have passed away. Everything has become new. So, this is it. You have to respond and respond immediately. അതായത് പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി. അതെ, സകലം പുതുതായിരിക്കുന്നു. ഇവിടെ ഈ ഉടനെ യേശുവിൻ്റെ വിളി കേട്ട് പോകണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അതിന് ചില നിർബന്ധങ്ങളുണ്ട്. There are certain criteria which you have to fulfill if you have to follow Jesus. ഒരുവനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ what do you mean when you say that you have to follow somebody? What do you mean? എന്താ അതിൻ്റെ അർത്ഥം? ഒരുത്തൻ എപ്പോഴും വിളിക്കുന്നവൻ്റെ പുറയിലേ നിൽക്കത്തുള്ളൂ, മുന്നേ ചാടി കയറത്തില്ല. Nobody will overtake. If you are following somebody, the follower should be always behind. You understand, Joshua? You don't step into front side of Martin and say that you are following Martin. Where you will stand always?
behind. നീ നിൽക്കുന്നത് പിന്നിലാണ്, മുൻപിലല്ല. First thing to understand. And second thing, you should have perfect obedience. സമ്പൂർണമായ അനുസരണം ആവശ്യമുണ്ട് വിളി കേൾക്കാൻ. It's not partial obedience. സമ്പൂർണമായ അനുസരണം. ഒരുവനെ അനുഗമിക്കുവാൻ കഴിയണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുസരിക്കുവാനുള്ള മനസ്സുണ്ടാകണം. പരിപൂർണമായ അനുസരണം. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും അനുസരിക്കുക. അനുസരണമില്ലാതെ ആത്മീയ ജീവിതമില്ല. അനുസരണക്കേട് കൊണ്ടാണ് മനുഷ്യന് ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായത്. Always obedience is the first criteria in spiritual life. So if you cannot obey small things, how can you obey big things? May I ask you? So anybody trying to follow Jesus or trying to answer the call or obey the call, remember, let it be small things or big things. Implicit obedience, that's absolutely necessary. You see? There are many people in the fellowship. Oh, brother is very strict. And there are some people who are following him, they just follow him. ഇതൊരു മാഫിയ ആണെന്നൊക്കെ പറയുന്നവരുണ്ടാവും. ആണ്, തീർച്ചയായിട്ടും യേശുവിൻ്റെ മാഫിയാണ്. Definitely, if I want something, it should be done and it will be done. And anybody who cannot obey, I will not care. I don't care about it. This is my experience in the last, how many years? 34 years. I never stopped before anybody. What the Lord tells me, I will do that. What He commands me, I will follow, because I am bound by this great command to obey. ദൈവത്തിൻ്റെതായിട്ടുള്ള വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരുവന് അവന് സമ്പൂർണമായ അനുസരണമാണ് ആവശ്യം. ഭാഗികമായ അനുസരണമല്ല, ശൗലിൻ്റെ അനുസരണമല്ല, പിന്നെയോ ദാവീദിൻ്റെ അനുസരണമാണ് ആവശ്യം. He needs to have implicit obedience. That's the first thing. And secondly, when you follow the master, you have to follow him anywhere, everywhere, once you decide to follow. Thirdly, sacrifice. ത്യാഗം സഹിക്കണം. നിനക്ക് ത്യാഗം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നിന്നെ വിളിച്ച യജമാനന് സ്വന്തം ജീവൻ കൊടുത്ത് ത്യജിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയിരിക്കുന്നത്. ത്യാഗത്തിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകണം. സൗകര്യം പോലെ മാറ്റിവെക്കുന്ന കാര്യമല്ല ത്യാഗം. ശരി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പരമോന്നതമായി എനിക്ക് ചെയ്യുവാനുള്ളത്, എന്നെ വിളിച്ച് ഇറക്കി ഞാൻ അനുഗമിക്കാമെന്ന് പറഞ്ഞ ആ യജമാനൻ്റെ കാര്യങ്ങൾ പൂർണ്ണമാക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. സമ്പൂർണമായി. പലപ്പോഴും പല പ്രയാസങ്ങളുണ്ടാകാറുണ്ട്. പരമോന്നതമായി പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ യജമാനൻ്റെ ഇഷ്ടത്തിനാണ്. ചിലപ്പോൾ സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, വീട്ടുകാർ തെറ്റിദ്ധരിച്ചേക്കാം. അതെ. ആൻഡ് വെൻ യു സ്റ്റാർട്ട് ഫോളോയിങ്, അടുത്ത കാര്യം, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവന് ഒരു ഡീവിയേഷനോ ഡിസ്ട്രാക്ഷനോ പാടില്ല. There should not be deviation or distraction. When you follow the master, your eyes should be on the master whom you follow. അല്ലേ? അപ്പോൾ അതിന് തടസ്സം വന്നാൽ, നിൻ്റേതായിട്ടുള്ള ശുശ്രൂഷ നിമിത്തം ഒരാൾ ഈ ശുശ്രൂഷ വിട്ടുപോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്താൽ നീ ഒരു ഉത്തരവാദിയാണ്. ദൈവത്തിന് അതൊരിക്കലും പൊറുക്കാനാവാത്ത കാര്യം. നീ അനുഗമിക്കുകയാണെന്ന് പറഞ്ഞ് ശുശ്രൂഷയിൽ വന്നിട്ട് ശുശ്രൂഷയിൽ ഭിന്നതയും നാശവും ഉണ്ടാക്കിയാൽ ശാപം നിന്റെ വീട്ടിൽ വരും 100 തരം. കർത്താവ് പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളവനെ അവൻ്റെ കഴുത്തിൽ എന്ത് ചെയ്യണമെന്ന്? തിരികല്ല് കെട്ടി എവിടെ താക്കണം? അങ്ങേപ്പുറത്തെ തോട്ടിലാണോ? കടലിൽ, സമുദ്രത്തിൽ താഴ്ത്തി കളയണം. So when you come to follow Jesus and you come and make all differences in the ministry, be careful. Be careful. Speaking very nicely, speaking very softly, very nice, very nice. You go and butter people who are on top, thinking that you can get some position. Simply, that's not possible in this ministry. You see, you have to follow the master.
look at him, go. There's somebody who has called you. You have to follow him. Because it is God who has brought you to me. He is the one who has brought you to me in your difficulties, in your most difficult problems, in your sickness, in your calamities. And it is God who had done the deliverance, who had delivered you, who had saved you, who had healed you. But there was somebody in between. There was somebody in between. And if you forget him, God can never remember you, because our God is a righteous God. നിന്റെ കഷ്ടത്തിലും നിന്റെ വേദനയിലും നിന്റെ താഴ്ചയിലും നിന്റെ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളിലും നിന്നെ കോരിയെടുക്കുവാൻ തക്കവണ്ണം അവൻ അയച്ച ഒരു പ്രവാചകനുണ്ട് എങ്കിൽ നിന്നെ അവൻ കോരിയെടുത്തിട്ടുണ്ട്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെയും നിൻ്റെയും മധ്യേ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ അവനെ മറന്നുപോയാൽ, അവനെ അനുഗമിക്കാതെ അവന് പാര വെച്ചുകൊണ്ട് പോയാൽ ഒരിക്കലും ശുഭമാകില്ല. See, many people come, so many people leave. I don't bother at all. When this great thing happened, when so many people here, they decided to throw me out of the fellowship, to grab out the worldly riches and thinking that all their plunderings would be revealed. I never bothered at all. Let them do whatever they want, because I know my God. Last night I was speaking to somebody. I said, you know why God has given such a magnificent, magnanimous premises for you and me to fast? Why did God give such a mighty premises for us to watch? It is because I always followed the one who called me. People say that, oh, you have been duped. They plundered you. They have taken away from you. It's true. അതെ, ബ്രദറിനെ എല്ലാം കളിപ്പിച്ചെടുത്തു, ബ്രദറിനെ രാജ്യം എല്ലാം കളിപ്പിച്ചെടുത്തു, ബ്രദറും രാജ്യമാരുടെ വീട്ടിൽ പോയില്ല, റിലേറ്റീവ്സിനെ കണ്ടില്ല, അങ്ങനെ മുഴുവൻ കബളിപ്പിച്ചെടുത്തു എല്ലാം ബ്രദറിനെ. ശരി, ഞാൻ കബളിപ്പിക്കപ്പെട്ടു, സത്യമാണ്. എല്ലാം എൻ്റെ ഭാര്യ, എൻ്റെ മാത്രമല്ല, എൻ്റെ അപ്പൻ്റെ കാലം തൊട്ടുള്ള കാര്യമാണ്. എൻ്റെ അപ്പൻ്റെ കാലം തൊട്ടുള്ള കാര്യമാണ്. എൻ്റെ അപ്പൻ്റെ കാലത്ത് എൻ്റെ വീട് സന്ദർശിക്കുമ്പോൾ കൊടുത്തിരുന്നത് ഒരാഴ്ച വരുമ്പോൾ 5 രൂപയാണ്. ആ 5 രൂപ കാശില്ലെങ്കിൽ എൻ്റെ അപ്പൻ പോയി കടം വാങ്ങിച്ചാണ് 5 രൂപ അടുത്ത വീട്ടിൽ പോയി കടം വാങ്ങിച്ചാണ് കൊടുത്തിരുന്നത്. ഞാൻ നിങ്ങളോട് നഗ്നമായിട്ട് പറയുകയാണ്, ആർക്കെങ്കിലും പ്രായാധിക്യ നിമിത്തം തലയ്ക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിലും ഓർത്തുകൊള്ളുക, എൻ്റെ അപ്പൻ അങ്ങനെയാണ് ഈ IDCF എന്ന് പറയുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുത്തിനെ അവിടെ വിളിച്ചു വരുത്തിയത്. അന്ന് 5 രൂപ വലിയ കാര്യമാണ്. ഞാൻ തുറന്നു പറയുമ്പോൾ ആരെ ആക്ഷേപിക്കുകയല്ല. പറഞ്ഞല്ലോ, അവിടെ കൊടുക്കുവാൻ പണമില്ലെങ്കിൽ അദ്ദേഹം പോയി അടുത്ത വീട്ടിൽ പോയി, ചിലപ്പോൾ സാമ്പത്തികമായ തകർച്ച വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അടുത്ത വീട്ടിൽ പോയി കടമെടുത്തിട്ട് കൊണ്ട് കൊടുക്കും. ആ വ്യക്തിയാണ് ഇപ്രകാരം. എവിടെ ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയും? നിങ്ങൾ എന്നോടൊന്ന് പറയൂ, ഏത് ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയും? 16 വർഷം എൻ്റെ അമ്മ വെച്ചു വിളമ്പി കൊടുത്തതാണ്. അത്യാസര നിലയിൽ കിടക്കുമ്പോൾ അങ്ങോട്ടൊന്ന് കയറാൻ പോലും കൂട്ടാക്കാത്ത ഒരു മനുഷ്യനവൻ ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറഞ്ഞ് എനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ പല ചോദ്യങ്ങൾ കാണും. അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പൂർണ്ണ മനസ്സോടെ അനുഗമിച്ചു. എന്നാൽ എന്നെ കബളിപ്പിക്കുകയല്ല, സ്വയം കളിക്കായിരുന്നു. പുറത്താക്കി ഞാൻ ഒരു കാര്യത്തിനും പോയില്ല. പക്ഷേ എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, നീ നീതിമാനായ ദൈവമാണ്, നിൻ്റെ നീതി കാണിച്ചേ മതിയാവും. എൻ്റെ യൗവനം മുഴുവൻ ഞാൻ ചെലവഴിച്ചിട്ട് എല്ലാം പടുത്തുയർത്തിയിട്ട് എല്ലാം കൈക്കലാക്കിയിട്ട് ഞങ്ങളിവിടെ ഇല്ലാതിരുന്നപ്പോൾ എന്നെയും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെയും കട്ട്ലേറ്റും ബിസ്ക്കറ്റും മേടിച്ചു കൊടുത്തിട്ട് പൊതുയോഗമാണെന്ന് പറഞ്ഞിട്ട് പേര് വെട്ടിക്കളയുക. അതിനെ കൂട്ടിന്ന് ചിലരുമുണ്ട്. അതൊക്കെ ചിലരൊക്കെ പോയി വിടുന്നു കേട്ടോ, പോയി. അപ്പോൾ ഞാനൊന്നിനും പ്രതികരിച്ചില്ല. ദൈവത്തിൻ്റെ നീതി നടന്നേ മതിയാവും എവിടെയാണെങ്കിലും. ആ ദൈവത്തിൻ്റെ നീതിയാണ് ഇന്ന് ഞാനും നിങ്ങൾ ഇരിക്കുന്ന യോഹന്നാൻ ഉപദേശി മെമ്മോറിയൽ ഓഡിറ്റോറിയം. യെസ്, പ്രൈസ് ദ ലോർഡ്. ഈ മനോഹരമായ മ്യൂസിയമിലോ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, എന്നെ അവിടുന്ന് അങ്ങനെ പുറത്തു വിട്ടില്ലെങ്കിൽ ഈ മ്യൂസിയം ഉണ്ടാക്കാൻ കഴിയുമോ? ഞാൻ സാധനം കൊണ്ടുവന്ന് വെക്കാൻ പറയാം, 4 മാമ്പല അറുത്തുകൊണ്ടൊരു ഷെൽഫ് ഉണ്ടാക്കി പറയും ഇത് മ്യൂസിയമാണ്.
മനുഷ്യനെ കബളിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പിന്നെയും കബളിപ്പിക്കും. എന്നാൽ പഴയതിനെ പറിച്ചു കളഞ്ഞ് സമ്പൂർണമായൊരു പുതിയ അവസ്ഥയിലേക്ക് വന്നത് ആ യജമാനെ പരിപൂർണ മനസ്സോടെ അനുഗമിച്ചത് കൊണ്ടാണ്. സോ യു ഷുഡ് ബി ഹോൾ ഹാർട്ടഡ്ലി ഫോളോയിങ്. എന്നെ പുറത്ത് കളയുന്നവരെ ഞാൻ 100% പരമാർത്ഥതയോടെ അനുഗമിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ മറ്റൊരു കാര്യത്തിന്, എന്നെ എത്രയോ പേര്, എൻ്റെ സഹോദരൻ തന്നെ എന്നെ ഉപദേശിച്ചു, ഇത് ശരിയല്ല ഇവിടെ പോകുന്ന കാര്യം. എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ഒരു ഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബോധ്യമാകണം, ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ബോധ്യവാൻ മറ്റൊന്നുമില്ല. ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് പേര് വെട്ടിക്കളഞ്ഞു. അതിൽ കൂടുതൽ ബോധ്യമാക്കാനൊന്നുമില്ലല്ലോ. So if you follow somebody, you should be wholeheartedly sincere. ഞാൻ പറഞ്ഞു വന്നത്, ഞാനും നിങ്ങളും പരമാർത്ഥതയോടെ അനുഗമിക്കുന്നതെങ്കിൽ അതിന് പ്രതിഫലം സ്വർഗത്തിലെ ദൈവം തരും. മുൻപേ പോകുന്നവൻ കബളിപ്പിച്ചേക്കാം, പക്ഷേ അത് നമ്മൾ അത് നമ്മൾ വകവെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഇതിന് കണക്ക് പറഞ്ഞാൽ മതിയാവും. ലോകത്തിൽ എന്തെല്ലാമായിരുന്നു പറഞ്ഞാലും കണക്ക് പറഞ്ഞാൽ മതിയാവുകയുള്ളൂ. പിന്നെ അനുഗമിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അനുഗമിക്കുന്നവർക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ ആ നേതൃത്വം നൽകി മുന്നിൽ പോകുന്നവർ അവരെ ശിക്ഷണത്തിന് വിധേയനാകും. യു ആർ ഫോളോയിങ് സംബഡി, ഇഫ് യു ഗോ ഔട്ട് ഓഫ് ട്രാക്ക് യു വിൽ കോൾ ഇറ്റ്. ദിസ് നോട്ട് ദ വേ ടു ഗോ. നീ പാത തെറ്റിയാ പോകുന്നതെങ്കിൽ അനുഗമിക്കുന്നവർ ഞങ്ങോട്ടാ പോകണ്ടേ? പുറകെ പോകണ്ടേ അല്ലേ? നീ എൻ്റെ പേര് അങ്ങോട്ട് കയറി ആ കുറുക്ക് വഴി എടുത്ത് അങ്ങോട്ട് പോവുക, ഒരുത്തൻ കുറുക്ക് വഴി എടുത്ത് ഇവിടെ കൂടെ പോവുക. അനുവദിക്കാൻ പറ്റുമോ? പറ്റില്ല. നീ ഒരാളെ അനുഗമിക്കുകയാണെങ്കിൽ അനുഗമിക്കുക, പിന്നെ ഉപേക്ഷിക്കുക. പരമപ്രധാനമായ കാര്യം, എനിക്ക് ഏറ്റവും പ്രിയമായതിനെ ഉപേക്ഷിക്കുക. എങ്കിൽ മാത്രമേ അനുഗമിക്കുന്നവന് സമ്പൂർണമായ അനുസരണത്തോടെ, വിധേയത്വത്തോടെ, ത്യാഗത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, അനുസരണത്തോടെ അനുഗമിക്കാൻ കഴിയുള്ളൂ. ഇറ്റ് ഈസ് എ വെരി ടീഡിയസ് തിങ്, ഐ ടെൽ യു. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. യേശുവിൻ്റെ മാർഗം വിനയത്തിൻ്റെ മാർഗമാണ്, താഴ്മയുടെ മാർഗമാണ്, സൗമ്യതയുടെ മാർഗമാണ്. അതെ, മറ്റൊരു കാര്യം, യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ അനുഗമിക്കണം. See, what Jesus wants is not fans but followers. You know who are fans? എന്തുവാ? പന്തളി കാണുമ്പം കൈയടിക്കുക, പന്തളി കഴിഞ്ഞ് ഇവൻ്റെ കാലൊടിഞ്ഞാലും കൈ ഒടിഞ്ഞാലും ഒരു വിഷയവും ഇല്ല. ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലക്ഷറി ആണോ? അതല്ല ഫാൻസ്. അതെ, ഒരു പന്ത് കളി കാണാൻ പോകുമ്പോൾ സ്റ്റേഡിയത്തിൻ്റെ 4 ചുറ്റും ഇരുന്ന് 10,000-കണക്കിന് ആൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇവന്മാർ ഇവിടെ കിടന്ന് മരണക്കളി കഴിച്ച് ഉരുണ്ട് താഴെ വീണ് കൈ ഒടിഞ്ഞ് കാല് ഒടിഞ്ഞ് എല്ലാം പോവും. ഇവന്മാർ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോകും. യേശുവിന് അങ്ങനെയുള്ളവരല്ല വേണ്ടത്. യേശുവിന് വേണ്ടത് അനുയായികളെയാണ്, തന്നെ അനുഗമിക്കുന്നവരെയാണ്. അല്ലാതെ യേശു നല്ലതാണ്, യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തന്നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതെ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. അപ്പോൾ നാം അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുകയാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നാം അനുഗമിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ സൂക്ഷിച്ചുകൊള്ളും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉപവാസം പ്രഖ്യാപിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോൾ പലപ്പോഴും എനിക്ക് പ്രോത്സാഹജനകമായ ഒരു മറുപടി കിട്ടിയില്ല. കുഞ്ഞുങ്ങളുടെ പരീക്ഷകൾ, ലീവുകളില്ല, മറ്റു പല കാര്യങ്ങൾ. സത്യമായ കാര്യമാണ്. അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഭയാനകമായൊരു വീഴ്ച, പെടലി ഒടിഞ്ഞു പോകേണ്ട ഒരു വീഴ്ച, പെടലി ഉയർത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരു വീഴ്ച,
എക്സ്റേ എടുക്കണം, MRI എടുക്കണം എന്നൊക്കെ പറഞ്ഞു. രാജ്യമെല്ലാം കൂടെ കൂടി ഒരു വീഴ്ച. ഞാനൊന്നും എടുത്തില്ല. എനിക്കൊരു കാര്യം അറിയാം, ഞാനൊരു ഉപവാസം നയിക്കുവാൻ തക്കവണ്ണം യേശു എന്നോട് പറഞ്ഞാൽ ആ ഉപവാസം നയിക്കുവാൻ വേണ്ടുന്ന ആരോഗ്യത്തിന് കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കഷ്ടങ്ങൾ, വേദനകൾ, അതിവേദനകൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ അവനൊരിക്കലും നമ്മെ തനിച്ചാക്കുകയില്ല. അവൻ കൂടെ നിന്ന് ശക്തീകരിച്ച് സഹായിക്കും. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നാം ഈ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ, മാനസികമായ, കാരണം ഈ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പലപ്പോഴും സന്തോഷകരമായ അവസ്ഥകളല്ല, പല ത്യാഗങ്ങൾ, പല നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, പലതിനെ ഉപേക്ഷിക്കേണ്ട അവസ്ഥകൾ, സ്നേഹബന്ധങ്ങൾ മുറിച്ചു കളയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും. അവിടെ നാം ഒറ്റപ്പെട്ടു പോകുമെന്ന് ധരിച്ചു പോകും. ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ ഭയപ്പെടുന്ന കാര്യം? പക്ഷെ യേശു ഉള്ളത്തിൽ വരണം. അതാ ഭക്തൻ പാടിയിരിക്കുന്നത്. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ തന്നത്തിൽ ചേർത്ത നാളിൽ എന്തു മാറ്റം വന്നു ഒരു മാറ്റം വരണം. യേശുവിന് കൂടെ ഇറങ്ങിത്തിരിക്കണം. അവൻ കൂടെ വരും. ഈ ജീസസ് വിറ്റ്നസ് എന്ന് പറയുന്ന ശുശ്രൂഷ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ശുശ്രൂഷ തന്നെ, പക്ഷേ യേശുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുവാൻ, മുരടിച്ച് കിടക്കുന്ന യൂണിറ്റുകൾ സജീവമാകുവാൻ, മുരടിച്ച് കിടക്കുന്ന ജീവിതങ്ങൾ വീണ്ടും തളിർത്ത് കിളിക്കുവാൻ നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് ആവശ്യമായിരിക്കുന്നു. യേശു കൂടെ വരേണ്ടിയിരിക്കുന്നു. അതെ, അതിന് സാധ്യമാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകണം. അവൻ വിളിക്കുകയാണ്. ഗലീല കടപ്പുറത്ത് ചെന്ന് പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ച യേശു ചുങ്കക്കാരുടെ നടുവിലേക്ക് കടന്നു ചെന്ന് ലേവിയെ വിളിച്ച യേശു, ദമാസ്കോസിലേക്കുള്ള വഴിത്താരയിൽ വെച്ച് ശൗലിനെ വിളിച്ച യേശു എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ട്. സ്വീകരിക്കാം, തിരസ്കരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു വിളിക്കുമ്പോൾ ഒരു വാഗ്ദത്തവും തരുന്നില്ല. ഇവിടെ കിട്ടിയ വാഗ്ദത്തം എന്തോ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അത് തന്നെ ഒരു വലിയ വിരോധാഭാസമാണ്. മീൻ പിടിക്കുന്നവൻ മനുഷ്യനെ പിടിക്കാൻ ചെന്നാൽ എങ്ങനെ നോക്കും? വലയുണ്ടോ? ഒരു വലയുമായിട്ട് ചെന്ന് റോബിനിടയ്ക്ക് വീശുക, പിടിക്കുക ആണോ? അല്ലെ ഡേവിസ് ഉണ്ട്, വല വീശുക. എങ്ങനെ മനുഷ്യനെ പിടിക്കാൻ കഴിയും വല വെച്ച്? പത്രോസ് ചോദിക്കില്ല, കർത്താവ് ഈ വല കൊണ്ട് മീൻ പോലും കയറുന്നില്ല, പിന്നെ മനുഷ്യൻ എങ്ങനെ ഇതിനകത്ത് കയറും? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ മനുഷ്യരെ പിടിക്കുവാൻ തക്കവണ്ണം യേശുവിന് കഴിയും. പക്ഷേ യേശുവിൻ്റെ പിന്നാലെ ചെല്ലണം. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ യേശു പറയുന്നത് അനുസരിക്കണം. യേശുവിൻ്റെ ത്യാഗം സഹിക്കണം. യേശു പോയ കൈപ്പേറിയ വഴി പോകണം. അതെ, അതിനെക്കുറിച്ച് മാറയുണ്ട്, കൈപ്പേറിയ അവസ്ഥയുണ്ട്. പക്ഷേ ആ കൈപ്പിനെ മധുരമാക്കുന്നതാണ് കർത്താവ്. മാറയുണ്ടി മരുവരിൽ സാരമില്ല, മാറയുന്നാഥനാമേശു. മാറയുണ്ടി മരുവരിൽ സാരമില്ല, മാറയുന്നാഥനാമേശു. വാക്കു തന്നു മാറുമോ ആയവൻ, മാറുമോ ആയവൻ മധുരമാക്കിടും, മധുരമാക്കിടും. ലോകത്തിലേക ആശ്രയം യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ.
അതുകൊണ്ട് മാറായുണ്ട്, കയ്പുണ്ട്, കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, വേദനയുണ്ട്, ആപത്തുണ്ട്, അപകടമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഒരിക്കലും യേശു നമ്മെ തള്ളിക്കളയുകയില്ല. He will never let you down. You may have so much of problems. You may have sicknesses. You may have sufferings. Well, in spite of all these things, in the middle of all this crisis, Jesus will be with you. അവൻ കൂടെ ഉണ്ടാവും. ഇന്ന് ഈ സിമ്പിൾ ഇംഗ്ലീഷ് വേർഷൻ പ്രകാശനം ചെയ്തപ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്കുള്ളത്. ആ ഗോത്രഭാഷ, ഡോംബ്രി ഭാഷയിൽ ഒരു സമൂഹത്തിന് അത് കൊടുക്കുവാൻ കഴിയുമ്പോൾ എന്ത് സന്തോഷമാണ്. You don't have to go and preach anywhere. You just give this to your new tribe. So far they know only about circus because these are the people who go for circus. സർക്കസ് കൂടാരങ്ങളിൽ അഭ്യാസികളാണ് ഈ ഡോംബ്രി ഗോത്രക്കാർ. വലിയ വലിയ ക്രൗഡൊന്നുമല്ല. കർണാടകത്തിൽ മാത്രം 30,000-40,000 പേരുണ്ട്. ബാക്കിയുള്ള മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലുമാണ്. പക്ഷേ നമ്മളവിടെ ചെല്ലാതെ ആരവിടെ ചെന്നു? നമ്മൾ ചെല്ലാതെ ആര് ചെന്നു? യേശു ചെന്നു, അല്ലേ? യേശു ക്രിസ്തുവിടെ ചെല്ലുകയാണ്. ഹൗ? ത്രൂ ഹിസ് വേർഡ്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കഷ്ടങ്ങളേറെയാണ്. ഈ സിമ്പിൾ ഇംഗ്ലീഷ് വേർഷനിൽ ഞാൻ അനുഭവിച്ച വേദനകൾ ഇതുവരെ ഒരു ബൈബിൾ പരിഭാഷയ്ക്കും അനുഭവിച്ചിട്ടില്ല. കാരണം ഇതുവരെയുള്ള ബൈബിൾ പരിഭാഷകളൊക്കെ പരിമിതമായ സ്ഥലത്തിലാണ്. ഇത് ലോകത്തിൻ്റെ അറ്റത്തോളം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന സ്ഥാനത്ത് വരെയും ചെല്ലേണ്ട കാര്യമാണ്, എത്തേണ്ട കാര്യമാണ്. You see, you must always see that the word reaches the people. You know, that is the essential thing in Christian life. Whatever you do, it's all secondary. Word is God. When you give word to somebody, when you explain about the word to somebody, that is the greatest thing you can do for somebody. Nothing else can supersede that. യേശുവിനെ മറ്റുള്ളവർക്ക് മനുഷ്യരുടെ മുമ്പിലൊക്കെ വലിയ പ്രീതിയൊക്കെ കിട്ടും, വലിയ പേരും പെരുമയൊക്കെ കിട്ടും. ഓ, അവരവിടെ അത് നടത്തി, ഇത് നടത്തി. ഓക്കെ, യേശുവിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നത് യേശുവിന് വേണ്ടി നീ യേശുവിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? വാസ്തവമായും യേശുവിനെ കുറിച്ച് പറയും, യേശുവിനെ അനുഭവം, അപ്പോൾ കൂടുതൽ അനുഗ്രഹിക്കും. അത് നിനക്ക് കഴിയാവുന്ന കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, സംസ്കാരത്തിന് സ്ഫുടതയുള്ള സമയത്ത്, നടക്കുവാൻ കഴിവുള്ള സമയത്ത് ചെയ്യണം. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ യേശു തേടി വരികയാണ്. എന്തിനു വേണ്ടി? അവനെ അനുഗമിക്കുവാനായിട്ട്. നാം അവൻ്റെ അടുക്കൽ ചെല്ലുന്നതല്ല. He comes to you. He calls you. He walks through the banks of the Sea of Galilee to capture two people, to call two people, Peter and Andrew. He walks further to call two brothers, again two brothers, James and John. They left everything. They left even their father. യേശുവിൻ്റെ വിളി കേട്ടാലുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മളെ തേടി വന്ന യേശുവിൻ്റെ ശബ്ദം ഈ ഉപവാസത്തിൽ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുകയാണ്. തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, മന്നവ നീ പതേളുതല്ല എനിക്ക്, മന്നവ നീ പതേളുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും
ശോണിതാലേ ക്ഷീണം ഭവിച്ചിടതെന്നെയും നാഥ ശോണിതാലേ ക്ഷീണം ഭവിച്ചിടതെന്നെയും നാഥ ആണിപ്പഴുതുള്ള പാണികളാലേ ആണിപ്പഴുതുള്ള പാണികളാലേ പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചനുഗ്രഹിച്ചിടുക നിത്യം തേടി വന്നു ദോഷിയമെന്നെയും നാഥ തേടി വന്നു ദോഷിയമെന്നെയും നാഥ. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും തേടി വന്നിരിക്കുന്ന യേശുവിൻ്റെ വിളിയെ കേൾക്കുവാൻ കഴിയുമോ? യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുമോ? യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ഭവിഷ്യത്തും പറഞ്ഞു. പ്രയാസമുള്ള കാര്യമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. യു ഹാവ് ടു ഒബേ ഇംപ്ലിസിറ്റ്ലി. യു ഹാവ് ടു ഫോളോ. മെനി ഓഫ് യു ആർ ലീഡേഴ്സ് cannot follow. But when you come to Jesus, you have to follow. You have to make sacrifices. You have to leave away everything of the past aside. You have to start a new life with Jesus. Maybe your earnings, your worldly ties, you have to throw away. യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശിഷ്യന്മാർ ആ വിളി കേട്ടു. പത്രോസും അന്ത്രയോസും വിളി കേട്ടു. വലയെടുത്ത് ദൂരെ കളഞ്ഞു. യോഹന്നാനും യാക്കോബും വിളി കേട്ടു. തയ്ച്ചുകൊണ്ടിരുന്ന വലയെടുത്തിട്ട് കളഞ്ഞു. അപ്പനെ വിട്ടു വന്നു. ലേവ്യ വിളി കേട്ടു. അവൻ്റെ ഉദ്യോഗമെല്ലാം എടുത്ത് കളഞ്ഞു പോയി. മാത്രമല്ല ആ രാത്രിയിൽ അവനൊരു വലിയ വിരുന്ന് നൽകി. അവിടുത്തെ എല്ലാ പാവികളെയും ചുങ്കക്കാരെയും ഒന്ന് കഴിഞ്ഞ സമൂഹം മുദ്രടിച്ചിരുന്നൊക്കെ വിളിച്ച് യേശുവിനെ അവൻ്റെ വീട്ടിൽ ചേർന്നൊരു വലിയ വിരുന്ന് നൽകി. നീ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിൻ്റെ ഭവനം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഭവനമാണ്. അനേകർക്ക് യേശുവിൻ്റെ സ്നേഹം പകരുന്ന ഭവനമാണ്. വലിയ ബംഗ്ലാവ് വെച്ചിട്ട് സമൂഹത്തിലെ ഉന്നതന്മാരെ സൽക്കരിക്കുന്നതല്ല, സാധുക്കളെ സ്വീകരിക്കുന്ന, യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ഭവനമായിട്ട് നിൻ്റെ ഭവനം മാറണം. ലേവ്യ പ്രകാരമാണ് ചെയ്തത്. ശൗലിൻ്റെ പ്രതാപവും അവൻ്റെ മഹത്വവും മഹിമയെല്ലാം അവനവിടെ ഉപേക്ഷിച്ചു. യേശുവിന് വേണ്ടി അവൻ ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് ഈ രാത്രി ചോയ്സ് ഈസ് യുവേഴ്സ്. ഞാൻ നിർബന്ധിക്കുന്നില്ല, യേശു ആരെയും നിർബന്ധിച്ചില്ല. ജീസസ് നെവർ ഫോഴ്സ്ഡ് എനിബഡി. He just called. It's for you to obey the call or left to you. But I told you of all the consequences that will happen if you follow Jesus. All the negative aspects. യേശുവിൻ്റെ വിളിയേക്കാട്ട് ഇറങ്ങി തിരിച്ചാൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ആരും നിർബന്ധിക്കുകയല്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെൻ്റെ നിത്യകൂവലുണ്ട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. പാളയത്തിനു പുറത്തു പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരമില്ലിലാണു നാം, പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരമില്ലത്തിലത്രേ നാം, നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ്റെ കാലം
മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും. വിൺമഹിമ ഭവിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം. സ്വർപ്പുരമാണെന്റെ നിത്യമം വീട്, എന്റെ നിത്യമം വീട്. അല്പകാലം മാത്രം നിനക്ക് അനുഗമിക്കുവാൻ ദൈവം അവസരം തരുന്നു. നീ അനുഭവിക്കാതെ നീ മുൻപോട്ട് പോവുകയാണ്. അല്പകാലം മാത്രം. അതിൻ്റെ അവസാനം വേദനയും ദുഃഖവുമാണ്. എനിക്കങ്ങ് സുഖിക്കണം. എനിക്കിനി എന്താ? ഞാനൊരാളെ ശുശ്രൂഷപ്പെട്ട ഒരാളെ വിളിച്ച് ഐ വാണ്ട് ടു ടേക്ക് റെസ്റ്റ്. ശുശ്രൂഷയിൽ ഒരുപാട് സജീവമായി പ്രവർത്തിച്ച മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. സുഖിക്കണം. എൻ്റെ നിങ്ങളുടെ മുമ്പിൽ ഈ സുഖം എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഞാൻ അനേകരുടെ ജീവിതങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് യാദൃച്ഛികമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് ഉണ്ടാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരുപാട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് ഉച്ചകോടിലെത്തി നിൽക്കുന്നവർ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യം, തീർന്നു, ഇറ്റ്സ് ഫിനിഷ്ഡ്. എന്തിനാ ഇങ്ങനെ തീർക്കുന്നത്? അല്ല, എനിക്ക് ചില കടപ്പാടുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തീർന്നു. നീ ഓട്ടം ഓടുമ്പോൾ, നീ ഭൗതികമായിട്ട് ചിലതൊക്കെ നേടുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് എന്ന് അഹങ്കരിക്കരുത്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം നീനോട് ചേരും. വെൺമഹിമ പ്രാപിച്ചങ്ങു വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അതായത് വെൺമഹിമ വാങ്ങിച്ച് വിശ്രമിച്ചിടുന്നത് കർത്താവിൻ്റെ ഭക്തന്മാരാ, ഓർത്തോളണം. അല്ലാതെ ഇവിടെ തോന്നിയാസം നടക്കുന്നതല്ല വെൺമഹിമ വാങ്ങിച്ച് വിശ്രമിക്കുന്നത്. ഇവിടെ പിന്നെ വലിയ കുർബാനയൊക്കെ നടത്താം കേട്ടോ. ഭയങ്കരമായിട്ട് ഇത്ര തിരുമേനിമാർ വന്നു, ഇത്ര അച്ഛന്മാർ വന്നു എന്ന് വേണ്ട, ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നീ എവിടാ പറന്നു പോകുന്നതെന്നുള്ളത് ചോദ്യമാണ്. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. തലകള വണക്കം. ഗലീല കടൽപ്പുറത്ത് കേട്ട അതേ ശബ്ദം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ഫോളോ മീ. ആ വിളിയെ കേൾക്കുവാൻ സന്മനസ്സുള്ളവർക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവാം ദൈവമേ, ഗലീല കടപ്പുറത്ത് മുഴങ്ങിക്കേട്ട ശബ്ദം, ചുങ്കക്കാരുടെ ചുങ്കസ്ഥലത്ത് മുഴങ്ങിക്കേട്ട ആ ശബ്ദം, എരിഹോവിലേക്കുള്ള ദമാസ്കോസിലേക്കുള്ള തെരുവീതിയിൽ മുഴങ്ങിക്കേട്ട ശബ്ദം ഈ രാത്രി ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞതിനായിട്ട് സ്തോത്രം. എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. ഫോളോ മീ. ആ വിളി കേട്ട് എല്ലാവരും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കും. ഈ രാത്രി മാറ്റത്തിൻ്റെ രാത്രിയാകട്ടെ കർത്താവ്. ഒരുവൻ ക്രിസ്തുവിലാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. പുതിയ സൃഷ്ടികളായിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ മടങ്ങി വരുവാൻ അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണമേ.